തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇമാനുവൽ സിൽക്സ് തൃശൂർ, രഹ്ന ഹോംസ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. മോൾ ഓഫ് ജോയ് ഏപ്രിൽ 5 മുതൽ തൃശൂരിൽ. കല്യാൺ സിൽക്സ്, ഭീമ, ജോസ്കോ ജുവലേഴ്സ്. നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ഹൈക്കോടതിയുടെ രൂക്ഷ പരാമർശമുണ്ടായിട്ടും രാജിവെക്കാതെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അധികാരത്തിൽ കടിച്ചു തൂങ്ങുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. UPA അധികാരത്തിലെത്തുമെന്ന ആന്റണിയുടെ പ്രസ്താവന മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണെന്നും പിണറായി. ഉമ്മൻചാണ്ടിയെ പോലെ കോടതിയുടെ വിമർശനം ഇത്രയേറെ കേൾക്കേണ്ടി വന്നിട്ടുള്ള മറ്റൊരു മന്ത്രിയും ഉണ്ടായിരിക്കില്ലെന്ന് JSS സംസ്ഥാന ജനറൽ സെക്രട്ടറി KR ഗൗരിയമ്മ. കോടതിയുടെ മോശമായ പരാമർശമുണ്ടായിട്ടും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി തുടരുന്നത് മാന്യതയല്ലെന്നും ഗൗരിയമ്മ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിൽ തിങ്കളാഴ്ച രേവതി വിളക്ക്. ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് നിരവധി ഭക്തസംഘങ്ങൾ ക്ഷേത്ര നഗരിയിലെത്തി. ഭരണി ആഘോഷത്തിനായി പോലീസിലെ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ. പടിയൂർ എടത്തിരിഞ്ഞിയിൽ മാവേലി സ്റ്റോറിൽ നിന്ന് കടത്തുകയായിരുന്ന സാധനങ്ങൾ നാട്ടുകാർ പിടികൂടി. മാവേലി സ്റ്റോർ മാനേജരെ കാട്ടൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഞാൻ ബൈജു ദേവസി. വാർത്തകൾ വിശദമായി. ഹൈക്കോടതിയുടെ രൂക്ഷ പരാമർശമുണ്ടായിട്ടും രാജിവെക്കാതെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അധികാരത്തിൽ കടിച്ചു തൂങ്ങുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. മുതുവറയിൽ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോടതിയുടെ വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ മുൻ ഭരണാധികാരികൾ രാജിവെച്ച പാരമ്പര്യം ഉമ്മൻചാണ്ടി മറന്നുപോയിരിക്കുകയാണ്. സലിം രാജിനെ വഴിവിട്ട് സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി തുടരുന്നത്. വീണ്ടും UPA അധികാരത്തിലെത്തുമെന്ന ആന്റണിയുടെ പ്രസ്താവന മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്. കോൺഗ്രസ് ദേശീയ തലത്തിൽ 2 അക്കത്തിൽ ഒതുങ്ങുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. കോർപ്പറേറ്റ് മാധ്യമങ്ങളാണ് BJPക്ക് വേണ്ടി പ്രചാരണ വേലകൾ ചെയ്യുന്നത്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ പേരിൽ പുറത്തിറക്കിയ കരട് വിജ്ഞാപനം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നും പിണറായി പറഞ്ഞു. JSS സംസ്ഥാന ജനറൽ സെക്രട്ടറി KR ഗൗരിയമ്മ, CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ, NR ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉമ്മൻചാണ്ടിയെ പോലെ കോടതികളുടെ വിമർശനം ഇത്രയേറെ കേൾക്കേണ്ടി വന്നിട്ടുള്ള മറ്റൊരു മന്ത്രിയും ഉണ്ടായിരിക്കില്ലെന്ന് JSS സംസ്ഥാന ജനറൽ സെക്രട്ടറി KR ഗൗരിയമ്മ പറഞ്ഞു. തൃശൂരിൽ CMP സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കോടതിയുടെ മോശമായ പരാമർശമുണ്ടായിട്ടും രാജിവെക്കാതെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി തുടരുന്നത് മാന്യതയല്ലെന്നും ഗൗരിയമ്മ പറഞ്ഞു. CMP നേതാവ് KR അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ കാനം രാജേന്ദ്രൻ, ബേബി ജോൺ, പാട്യം രാജൻ, G സുഗുണൻ, MH ഷാരിയാർ എന്നിവർ സംസാരിച്ചു. രൗദ്രത മുഖമുദ്രയാക്കിയ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിൽ തിങ്കളാഴ്ച രേവതി വിളക്ക്. അശ്വതി കാവുതീണ്ടലിനായി എത്തിച്ചേരുന്ന കോമരക്കൂട്ടങ്ങളും ഭക്തരും രേവതി നാളിൽ ദീപാരാധന സമയത്ത് ക്ഷേത്രാങ്കണത്തെ പ്രകമ്പനം കൊള്ളിക്കും. വടക്കൻ മലബാറിന്റെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് കോമരങ്ങളുടെ നേതൃത്വത്തിൽ ഭക്തസംഘങ്ങൾ ഇതിനകം തന്നെ ക്ഷേത്ര നഗരിയിലേക്ക് എത്തിക്കഴിഞ്ഞു. നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ തമ്പടിച്ചിട്ടുള്ള ഭക്തർ ചൊവ്വാഴ്ച കാവുതീണ്ടലിന് ശേഷം മടങ്ങും. കൊടുങ്ങല്ലൂരിൽ ഭരണി ആഘോഷത്തിനായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കി. DYSP PA വർഗീസ്, CI KJ പീറ്റർ, ASP SI PK പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ 200-ലധികം പോലീസുകാർ ഭരണി ആഘോഷ നാളുകളിൽ സേവനത്തിനുണ്ടാകും. ക്ഷേത്ര പരിസരത്തും പ്രധാന റോഡുകളിലുമായി 25 സുരക്ഷാ ക്യാമറകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിലാണ് ക്യാമറകൾ നിയന്ത്രിക്കുന്നത്. ക്ഷേത്രം, ഗതാഗതം, നഗരം, കാര, വാഗ, കടപ്പുറം എന്നിങ്ങനെ 4 മേഖലകളായി തിരിച്ചാണ് പോലീസ് സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. പടിയൂർ എടത്തിരിഞ്ഞിയിലുള്ള മാവേലി സ്റ്റോറിൽ നിന്ന് പെട്ടി ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന സാധനങ്ങൾ നാട്ടുകാർ പിടികൂടി.
സംഭവവുമായി ബന്ധപ്പെട്ട് മാവേലി സ്റ്റോർ മാനേജർ മാപ്രാണം സ്വദേശി ജെയ്സനെ കാട്ടൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒരു ചാക്ക് പഞ്ചസാര, വെളിച്ചെണ്ണ പാക്കറ്റുകൾ, സോപ്പുകൾ, തേയില എന്നീ നിത്യോപയോഗ സാധനങ്ങളാണ് നാട്ടുകാർ പിടികൂടിയത്. കസ്റ്റഡിയിലെടുത്ത മാനേജരെ പോലീസ് കൊണ്ടുപോകുന്നതിനിടെ നാട്ടുകാരുടെ കയ്യേറ്റ ശ്രമവും ഉണ്ടായി. സംഭവത്തിൽ യുവജന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ മാവേലി സ്റ്റോറിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഇതിനു മുൻപും ഇവിടെ നിന്ന് സാധനങ്ങൾ കടത്തിയിട്ടുണ്ടെന്നും മാനേജരെക്കുറിച്ച് നിരവധി പരാതികൾ അധികൃതർക്ക് നൽകിയിരുന്നതായും നാട്ടുകാർ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ തിരക്കിനിടയിൽ വ്യാപകമായ മാലമോഷണം. 5 സ്ത്രീകളിൽ നിന്നായി 16 പവനോളം തൂക്കം വരുന്ന സ്വർണം നഷ്ടപ്പെട്ടു. ക്ഷേത്രത്തിനകത്തെ നിരീക്ഷണ ക്യാമറകളിൽ ദൃശ്യം പരിശോധിച്ചതിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട തമിഴ്നാട് സ്വദേശിനികളായ 2 സ്ത്രീകളെ പോലീസ് പിടികൂടി. ഷൊർണൂർ സ്വദേശിനി കുഞ്ഞിലക്ഷ്മിയുടെ 2 പവന്റെ മാലയും 1 ഗ്രാമിന്റെ താലിയും, വാണിയമ്പലം സ്വദേശി കമലത്തിന്റെ താലിയോടുകൂടിയ 4 പവനും, എറിയാട് പനങ്ങാട് സ്വദേശിനി ശാന്തയുടെ 2 പവന്റെ മാലയും 1 ഗ്രാമിന്റെ താലിയും, കോഴിക്കോട് മേപ്പയൂർ സ്വദേശിനി കമലയുടെ 1.5 പവന്റെ മാലയും, ഇരിഞ്ഞാലക്കുട കണ്ടേശ്വരം സ്വദേശിനി സുലോചനയുടെ 6 പവനുമാണ് മോഷണം പോയത്. ഞായറാഴ്ച രാവിലെ 9-നും 10-നും ഇടയിലായിരുന്നു മോഷണം. കൊടിമരത്തിന് സമീപം നിന്നിരുന്നവരുടെ മാലകളാണ് നഷ്ടപ്പെട്ടത്. മാല നഷ്ടപ്പെട്ട 5 പേരും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. ഞായറാഴ്ചയായതിനാൽ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് ഉണ്ടായിരുന്നത്. കുഞ്ഞലക്ഷ്മിയാണ് ആദ്യം മാല നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. തുടർന്ന് ഇവർ ക്ഷേത്രത്തിനകത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരോട് പരാതി പറയുമ്പോഴാണ് മറ്റുള്ളവരും മാല നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. ഈ സമയത്ത് മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച് കൈക്കുഞ്ഞുമായി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ച തഞ്ചാവൂർ സ്വദേശിനികളായ സഹോദരികളെ ഭക്തർ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചതിൽ മോഷണം നടത്തുന്നത് പതിഞ്ഞിട്ടില്ലെങ്കിലും മാല നഷ്ടപ്പെട്ടവരുടെ സമീപത്ത് പിടിയിലായ സ്ത്രീകളിൽ നിന്ന് തിക്കിത്തിരക്കുന്ന ദൃശ്യങ്ങളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ജില്ലയിൽ ഞായറാഴ്ചയും കേന്ദ്രസേന റൂട്ട് മാർച്ച് നടത്തി. വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ വിന്യസിച്ചിട്ടുള്ള 301 കമ്പനി CISF സായുധ സേന വാടാനപ്പള്ളിയിലെ വിവിധ മേഖലകളിലാണ് റൂട്ട് മാർച്ച് നടത്തിയത്. ഇടശ്ശേരി, വാടാനപ്പള്ളി, ചിലങ്ക ബീച്ചുകൾ, ഗണേശമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു റൂട്ട് മാർച്ച്. പ്രശ്നബാധിത മേഖലയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപ് പ്രഖ്യാപിച്ച പ്രദേശങ്ങളും റൂട്ട് മാർച്ച് നടന്നവയിൽപ്പെടുന്നു. ബ്രിഗേഡിയർ സാരസ്വത്, വാടാനപ്പള്ളി SI കെ മാധവൻകുട്ടി എന്നിവർ റൂട്ട് മാർച്ചിന് നേതൃത്വം നൽകി. 85 അംഗ സായുധ സേനയാണ് റൂട്ട് മാർച്ചിൽ പങ്കെടുക്കുന്നത്. തിരക്കൊഴിയാതെ സ്ഥാനാർത്ഥികൾ. പര്യടന കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് ഉജ്ജ്വല സ്വീകരണങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം കൊഴുപ്പിക്കുന്നതിനായി പ്രവർത്തകർ വ്യത്യസ്ത പരിപാടികളാണ് നടത്തുന്നത്. ഇടത് വലത് മുന്നണികളുടെയും BJPയുടെയും പ്രവർത്തകർ മത്സരബുദ്ധിയോടെയാണ് പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി KP ധനപാലൻ ഇരിഞ്ഞാലക്കുട, നാട്ടിക മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി. LDF സ്ഥാനാർത്ഥി CN ജയദേവൻ മണലൂർ മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത്. BJP സ്ഥാനാർത്ഥി KP സുരേശൻ നെട്ടിശ്ശേരി, മണ്ണുത്തി തുടങ്ങിയ പ്രദേശങ്ങളിലും പര്യടനം നടത്തി. ആലത്തൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ബിജു ചേലക്കര മണ്ഡലത്തിൽ പര്യടനം നടത്തി. UDF സ്ഥാനാർത്ഥി KA ഷീബ ആലത്തൂരിലും BJP സ്ഥാനാർത്ഥി ഷാജിമോൻ വട്ടേക്കാട് നെന്മാറയിലുമാണ് പര്യടനം നടത്തിയത്. ചാലക്കുടി മണ്ഡലം UDF സ്ഥാനാർത്ഥി PC ചാക്കോ അങ്കമാലിയിലും, LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇന്നസെന്റ് കൊടുങ്ങല്ലൂരിലും, BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ മണ്ഡലത്തിലെ പ്രധാന വ്യക്തികളെ കേന്ദ്രീകരിച്ചും പ്രചാരണം നടത്തി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ തപാൽ വോട്ടുകൾ നേരിട്ട് നിക്ഷേപിക്കുന്നതിന് ഇത്തവണ കളക്ടറേറ്റിൽ ഡ്രോപ്പ് ബോക്സ് ഉണ്ടായിരിക്കില്ലെന്ന് കളക്ടർ MS ജയ അറിയിച്ചു. പകരം ഏപ്രിൽ 5, 9 തീയതികളിൽ ഇവർക്ക് തപാൽ ബാലറ്റ് ഉപയോഗിച്ച് നേരിട്ട് വോട്ട് ചെയ്യാൻ ഫെസിലിറ്റേഷൻ സെന്ററുകൾ സജ്ജീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിനോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന സൂ സ്റ്റോറിന്റെയും ആശുപത്രിയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും നിർമ്മാണത്തിനുള്ള സ്ഥലം അധികൃതർ അളന്ന് തിട്ടപ്പെടുത്തി. അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററും സുവോളജിക്കൽ പാർക്കിന്റെ സ്പെഷ്യൽ ഓഫീസറുമായ CS യേലാക്കിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം പരിശോധിക്കാനെത്തിയത്. തൃശൂർ DFO AR ശശികുമാർ, മാന്നാമംഗലം ഡെപ്യൂട്ടി റേഞ്ചർ വിനോദ് കുമാർ, പട്ടിക്കാട് റേഞ്ച് ഓഫീസർ രവീന്ദ്രൻ, പോലീസ് കൺസ്ട്രക്ഷൻ ചീഫ് എഞ്ചിനീയർ KN കൃഷ്ണൻ, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി ചെറിയത്ത്, ഫ്രണ്ട്സ് ഓഫ് സൂ സെക്രട്ടറി പീതാംബരൻ എന്നിവരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനത്തിനുള്ള ഫണ്ട് അനുവദിച്ചതായും ഏപ്രിൽ പകുതിയോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കൈപ്പറ്റുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ സർക്കാർ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ഞായറാഴ്ച തുറന്നു പ്രവർത്തിച്ചു. സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ദേശസാൽകൃത ബാങ്കുകൾ, ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കൈപ്പറ്റുന്നതിനായി ശനി, ഞായർ ദിവസങ്ങളിൽ തുറന്നു പ്രവർത്തിക്കണമെന്ന് കളക്ടർ MS ജയ നിർദ്ദേശം നൽകിയിരുന്നു. സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിനാൽ സഹകരണ സംഘങ്ങൾ, സഹകരണ ബാങ്കുകൾ എന്നിവയും ഞായറാഴ്ച തുറന്നു പ്രവർത്തിച്ചു. പൊതുജനങ്ങൾക്ക് നികുതി അടയ്ക്കുന്നതിനായി വിവിധ പഞ്ചായത്തുകളും ഞായറാഴ്ച തുറന്നു പ്രവർത്തിച്ചു. ഞായറാഴ്ചയായിട്ടും അവധി മാറ്റിവെച്ചതാണ് മിക്ക ഓഫീസുകളും പ്രവർത്തിച്ചത്.
ഭാരത് ജനറൽ കൺസ്യൂമേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാധവ് ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളെക്കുറിച്ച് തൃശൂരിൽ സംവാദം നടത്തി. സംസ്കൃതി സംസ്ഥാന ചെയർമാൻ പ്രൊഫസർ കെ ബി ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് കെ സി കാർത്തികേയൻ അധ്യക്ഷനായിരുന്നു. വി എസ് രാമകൃഷ്ണൻ, പ്രൊഫസർ കെ ടി വർഗീസ്, എം പി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ജനവിധി 2014. ജനവിധി 2014 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് രഹ്ന ഹോംസ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാരെ കയ്യിലെടുക്കുന്നതിനായി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ തന്ത്രങ്ങളിൽ ഒന്നാണ് പാരഡി ഗാനങ്ങൾ പുറത്തിറക്കുക എന്നത്. ഇത്തവണയും പാരഡി ഗാനങ്ങളുടെ അലയൊലികൾ മുഴക്കിക്കൊണ്ടാണ് പ്രചാരണ രംഗം കൊഴുക്കുന്നത്. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിനെ വെല്ലുന്ന പ്രചാരണ ചൂടിനൊപ്പം കവലകളിലും നാട്ടിട വഴികളിലും നഗരവീഥികളിലുമെല്ലാം പാരഡി ഗാനങ്ങളും അലയടിക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു ട്രെൻഡും പിന്നെ വോട്ടർമാരെ കയ്യിലെടുക്കാനുള്ള ഒരു തന്ത്രവും. സെല്ലുലോയിഡിലെ കാറ്റേ കാറ്റേ എന്ന ഗാനം പാരഡിയാക്കി LDFും UDFും ഒരുപോലെ വോട്ട് പിടിക്കാൻ രംഗത്തിറക്കിയിരിക്കുന്നു. നമ്മുടെ MPICN ജയദേവൻ മാറുവാൻ വോട്ട് നൽകിയിടണേ. ഭരണ നേട്ടങ്ങളും കോട്ടങ്ങളും അവതരിപ്പിച്ചും പരസ്പരം പഴിചാരിയും രാഷ്ട്രീയ ആയുധങ്ങൾ തൊടുത്തുവിടുന്നതുമായ പാരഡി ഗാനങ്ങൾ രസച്ചരട് പൊട്ടിക്കും വിധവും കുറിക്കുകൊള്ളിക്കും വിധവും ആവിഷ്കരിച്ചിരിക്കുന്നു. പതിവ് തെരഞ്ഞെടുപ്പ് പല്ലവി പോലെ തന്നെ മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിലും പഴയതും പുതിയതുമായ ഗാനങ്ങൾ വരിമാറ്റി എരിവും പുളിവും ചേർത്ത് പാരഡിയാക്കിയപ്പോൾ സോളാറും സരിതിയും കൊലപാതക രാഷ്ട്രീയങ്ങളുമെല്ലാം ആയുധങ്ങളായി മാറുന്നു. സോളാറ് മണക്കുന്നല്ലോ കേന്ദ്രമന്ത്രി, നിങ്ങൾ വരുമ്പോൾ ദുബായിക്കു പോയിരുന്നു, സരിഗമ പാടിയിരുന്നു. TP ചന്ദ്രശേഖരനും ശുക്കൂറും ഒരു പിടിയാ, ഇന്നിതിപ്പോ പെരിങ്ങനത്ത് നവാസ് എന്ന കൊലയാ. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും LDF വിമർശിക്കുമ്പോൾ പിണറായിയെയും അച്യുതാനന്ദനെയും കളിയാക്കി UDFും മറുപടി നൽകുന്നു. സോളാറേ സോളാറേ മുഖ്യന്റെ പ്രിയമുള്ള സോളാറേ. മാമാ അച്ചു മാമാ തൃശിവ പേരൂർ നോക്കിടണ്ട. വിലക്കയറ്റവും LDF സമരങ്ങളുമെല്ലാം ഇത്തവണത്തെ പ്രചാരണ പാരഡി ഗാനങ്ങളിൽ മുഴങ്ങിക്കേൾക്കാം. നാടാകെ വിലക്കയറ്റം നട്ടെല്ലോടിക്കുന്ന വിധം, ഗ്യാസിന്റെ വിലയും കൂടി കിട്ടാനുമില്ല. അങ്ങനെ ഏനില്ലാടി വഴി തട സമരം, ഏനില്ലാടി പൊങ്കാല സമരം, ഏനില്ലാടി പെങ്ങോല സമരം, ഏനില്ലാടി പീഡന സമരം. പാരഡി ഗാനങ്ങളുടെ ചൂടുപിടിക്കാതെ പ്രഗത്ഭരായ സംഗീത സംവിധായകരെ കൊണ്ട് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയും പ്രമുഖരായ ഗായകരെ കൊണ്ട് ഗാനങ്ങൾ ആലപിപ്പിച്ചുമാണ് BJP ഇത്തവണ തിരഞ്ഞെടുപ്പ് ഗാനങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. നവയുഗ ഭാരത സാരഥി നരേന്ദ്രമോദിക്ക് അഭിവാദ്യം. അഴിമതി മൂടിയ ഭരണത്തിൽ നിന്നാശഭൂവിനു മോചനം. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടാണ് BJPയുടെ മുഖ്യ പ്രചാരണ ഗാനായുധം. ഇവിടെ ഭരണം അഴിമതി, ഇന്ത്യ മുഴുവൻ അഴിമതി, വാഴിടും കുടുംബ ഭാഷയാകെ അഴിമതി. UDFനെതിരെയും LDFനെതിരെയും ഒട്ടേറെ രാഗസാന്ദ്രമായ ഗാനങ്ങളും BJP രംഗത്തിറക്കിയിട്ടുണ്ട്. ഓരോരുത്തരും അവനവന്റെ ആളിനു വോട്ടുകുത്തും, നമ്മൾ മാത്രം അതേതരം കൊണ്ടാടും. ഇനി ഇലക്ഷൻ ഫോക്കസിലേക്ക്. ഇടത് സ്വതന്ത്രനായി കുടം ചിഹ്നത്തിൽ മത്സരിക്കുന്ന നടൻ ഇന്നസെന്റിന് പാർട്ടി ചിഹ്നം ചാർത്തി നൽകിയിരിക്കുകയാണ്. ഇവിടെ ഇന്നസെന്റ് താരമായതിനാലാകാം അരിവാൾ ചുറ്റികയ്ക്കൊപ്പം നക്ഷത്രമില്ലാതെയാണ് ഈ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. മാള അഷ്ടമിച്ചിറയിലെ തെരഞ്ഞെടുപ്പ് കാഴ്ചകളിലേക്ക്.
ഇനി ജനഹിതം. തിരഞ്ഞെടുപ്പിൽ വീട്ടമ്മമാർക്കും ഒട്ടേറെ അഭിപ്രായങ്ങളുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, പാചകവാതക വില വർധന, സ്ത്രീ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങളാണ് വീട്ടമ്മമാരുടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചർച്ചകൾ. തങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും ആവശ്യമായ വികസനത്തെക്കുറിച്ചും സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നു ജനഹിതത്തിലൂടെ. ഏത് എംപിമാർ ജയിച്ചാലും നമുക്ക് പാചകവാതകത്തിന് വില കുറയ്ക്കുക, നമ്മുടെ സാധനങ്ങൾക്ക് വില കുറയ്ക്കുക, ഇതൊക്കെ ചെയ്താലേ നമുക്ക് കാര്യമുള്ളൂ. നിത്യോപയോഗ സാധനങ്ങൾക്ക് എല്ലാം തീ പിടിച്ച വിലയായി. സാധാരണക്കാർ ഇങ്ങനെ ജീവിക്കുക. എല്ലാ സാധനങ്ങൾക്കും വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ കിലോന് 160 രൂപയായി. ആര് ജയിച്ചാലും നല്ല ഭരണമായാൽ മതി. സാധനങ്ങളുടെ വില കൂടുതൽ, മണ്ണെണ്ണയുടെ വില കൂടുതൽ, എല്ലാതും വർദ്ധിച്ചു വരുന്ന കാലം. ഗ്യാസ് കിട്ടാനില്ല. ഒരു മാസം കഴിഞ്ഞാലും ഗ്യാസ് ബുക്ക് ചെയ്താൽ കിട്ടണില്ല, 2 മാസം കഴിഞ്ഞാലും കിട്ടണില്ല. അതുകൊണ്ട് നല്ലൊരു പാർട്ടി വരണമെന്നാണ് വിചാരം. ആര് ജയിച്ചാലും ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാനുള്ളൊരു സുരക്ഷ, അത്രമാത്രം. മെയിനായിട്ട് വിലക്കയറ്റാണ്. നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഗ്യാസിന് വില കൂടുക, സാധനങ്ങൾക്ക് വില കൂടുക, ഇതൊക്കെ കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഏത് പാർട്ടി വന്നാലും കണക്ക് തന്നെയാണ്. ഇന്ന പാർട്ടി എന്നൊന്നുമില്ല. ഏത് പാർട്ടി കയറിയാലും നമ്മുടെ അവസ്ഥയൊക്കെ എങ്ങനെ തന്നെയാണ്. സാധനങ്ങളുടെ വിലക്കയറ്റം കുറച്ചാൽ വീട്ടമ്മമാർക്ക് അതൊരു വലിയ ഉപകാരമായിരിക്കും. സ്ത്രീകളുടെ സുരക്ഷ, അതിനു വേണ്ടി പ്രവർത്തിക്കുക. അത് ഇപ്പോഴത്തെ ഏത് പാർട്ടി ആയാലും ജയിച്ചു കഴിഞ്ഞാൽ അവർ ഇതിനു വേണ്ടി ആയിരിക്കണം അവരുടെ പ്രവർത്തനം. അവരാരെ പോക്കറ്റ് നിറയ്ക്കാണ്ടും ഞങ്ങളെ പോലുള്ളവർക്ക് എന്തെങ്കിലും സഹായം തരിക. 200 കൂലി കിട്ടുന്നത്, അത് കൊണ്ടുപോയി കട പോയി ഒന്നും കിട്ടാനില്ല. 500 1000 കൊണ്ടുപോകണം. അതിനുള്ള പവർ നമുക്കില്ല. അപ്പോൾ ആര് ജയിച്ചാലും നമുക്ക് അതിന് ഒരു പ്രതിവിധി ഉണ്ടാക്കണം. വിലക്കയറ്റം എല്ലാ പാർട്ടിയും എടുത്ത് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ആര് ഭരിച്ചാലും ഇതിന് മാത്രം ഒരു മാറ്റം വരണില്ല. വിലക്കയറ്റാണ് ഞങ്ങൾ വീട്ടമ്മമാരെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഏത് പാർട്ടി ജയിച്ചാലും ഞങ്ങൾക്ക് വിലക്കയറ്റത്തിൽ നിന്ന് ഒരു മോചനം കിട്ടണം, അത്രേ ഉള്ളൂ. വോട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അഭിപ്രായം. അപ്പം അതിൽ ഒരു ഇലക്ഷൻ അങ്ങനെ ഒരു വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അതിലാർക്കും നമ്മൾ വോട്ട് കൊടുക്കണില്ല. അപ്പം നമ്മൾക്ക് ആര് കയറും, ആര് ജയിക്കും, അവരുടെ കഴിവെന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ഇതിനെ പറ്റിയൊരു അഭിപ്രായം ഇല്ല. എന്തായാലും ആര് കയറിയാലും നല്ലൊരു ഭരണം കഴിച്ചു വെക്കട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് അഭിപ്രായമുള്ളൂ. ജനവിധി 2014 നിങ്ങൾക്കായി സമർപ്പിച്ചത് രഹന ഹോംസ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി മധ്യമേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ അവകാശ പ്രഖ്യാപന സമ്മേളനം നടത്തി. റിട്ടയേർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ MK രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മുകുന്ദപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ജ്യോതി K രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംഗീത സംവിധായകൻ പ്രസാദ് ഞെരുവശ്ശേരി, സുമ ശിവരാമൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ബിന്ദു കുമാരൻ, N മോഹനൻ, PK അപ്പുകുട്ടൻ, TS അജിതൻ, PA പുഷ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക നഗരയ്ക്ക് പുത്തൻ വസ്ത്രസങ്കല്പങ്ങളുമായി ഇമ്മാനുവൽ സിൽക്സിന്റെ നവീകരിച്ച ഷോറൂം തൃശൂർ ശക്തൻ നഗറിൽ ഒരുങ്ങി. നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ 10-ന് നടക്കും. മലയാളിയുടെ വിവാഹ സങ്കല്പങ്ങൾക്ക് അനുയോജ്യമായ മംഗല്യപ്പട്ടിന്റെ വൻ കളക്ഷനും പുതിയ ഡിസൈനുകളിലും മെറ്റീരിയലുകളിലുമുള്ള വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവും സാധാരണക്കാരന്റെ ബഡ്ജറ്റിനിണങ്ങിയ ഷോപ്പിംഗ് അനുഭവവും ഇമ്മാനുവൽ സിൽക്സിന്റെ പ്രത്യേകതയാണ്. ആൻസ് ബോട്ടിക്, ട്രെൻഡി ഫാഷനിലുള്ള വസ്ത്രങ്ങൾ എന്നിവയുടെ ശേഖരവും ഇമ്മാനുവൽ സിൽക്സിൽ ഒരുക്കിയിട്ടുണ്ട്. സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ, തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ, മേയർ രാജൻ J പല്ലൻ തുടങ്ങിയ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ഇമ്മാനുവൽ സിൽക്സിന്റെ വിജയത്തിനായി എക്കാലത്തും കൂടെയുണ്ടായിരുന്ന മാന്യ ഉപഭോക്താക്കളെ ഉദ്ഘാടന ചടങ്ങിലേക്കും തുടർന്നും സ്വാഗതം ചെയ്യുന്നതായി ഇമ്മാനുവൽ സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ TO രാജു പറഞ്ഞു. പ്രിയ ഉപഭോക്താക്കൾക്ക് ക്വാളിറ്റിയിലും സെലക്ഷനിലും വിലക്കുറവിലും വസ്ത്രങ്ങൾ ഏറെ പുതുമയുള്ള രീതിയിൽ ഒരുക്കിയാണ് ഇമ്മാനുവൽ സിൽക്സ് നാളെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇമ്മാനുവൽ സിൽക്സിൻ്റെ വിജയത്തിന് എപ്പോഴും ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള എല്ലാ ഉപഭോക്താക്കളെയും നാളെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്കും തുടർന്നും സ്നേഹപൂർവ്വം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. തൃശൂർ അതിരൂപത CLC ദിനാഘോഷം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്ന പരിപാടിയിൽ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോർജ് കോമ്പാറ, അതിരൂപത പ്രൊമോട്ടർ ഫാദർ ജിജോ തെക്കിനിയത്ത്, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MP ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു.
JSS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി KR ഗൗരിയമ്മ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി PK സുരേഷ്, തൃശൂർ മണ്ഡലം സെക്രട്ടറി D രാജേന്ദ്രൻ, KA ബാബു, KK ബാലൻ, KK ഷക്കീർ, ജോയ്സി തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടൂർ കർമ്മലമാതാ പള്ളിയിലെ ഇടവക ദിനാഘോഷത്തിന് മുന്നോടിയായി വിളംബര കൂട്ടയോട്ടം നടത്തി. വികാരി ഫാദർ ഷാജി കോട്ടുപുരയ്ക്കൽ കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ റിജോയ് തൈവളപ്പിൽ, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ EA ചാക്കോച്ചൻ, ജനറൽ കൺവീനർ CO ഔസേബ് തുടങ്ങിയവർ സംസാരിച്ചു. മെയ് 4-നാണ് ഇടവക ദിനം ആഘോഷിക്കുന്നത്. മകന്റെ വിവാഹ നാളിൽ 10 യുവതികൾക്കായി 100 പവൻ ദാനം നൽകി പിതാവ് മാതൃകയായി. കുന്നംകുളം മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനേജിംഗ് ഡയറക്ടറും സാമൂഹിക പ്രവർത്തകനും കൂടിയായ കോട്ടോൽ ചേമ്പത്തയിൽ അബൂബക്കർ ഹാജിയാണ് തന്റെ മകൻ അനീസിന്റെ വിവാഹത്തോടനുബന്ധിച്ച് 10 നിർധന യുവതികൾക്ക് 10 പവൻ വീതം ദാനം നൽകി മംഗല്യഭാഗ്യമൊരുക്കിയത്. കുന്നംകുളം ലോട്ടസ് പാലസിൽ നടന്ന ചടങ്ങിൽ വിവാഹിതരാകാൻ പോകുന്ന യുവതികളുടെ മാതാപിതാക്കൾക്ക് അബൂബക്കർ ഹാജി സ്വർണ്ണാഭരണങ്ങൾ കൈമാറി. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്ന് വിവിധ മതവിഭാഗത്തിൽപ്പെട്ട 10 യുവതികൾക്കാണ് അബൂബക്കർ ഹാജി മംഗല്യപ്പൊന്ന്. കൂറ്റമ്പാറ അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ സമൂഹ വിവാഹം ഉദ്ഘാടനം ചെയ്തു. നവദമ്പതികളുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടെ 1000-ലധികം പേർക്ക് വിവാഹ സദ്യയും ഒരുക്കിയിരുന്നു. വിവാഹം ധൂർത്തിന്റെയും ആർഭാടത്തിന്റെയും അവസരമാക്കുന്നവർക്ക് ആത്മപരിശോധന നടത്താനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകാനുമാണ് താൻ ഇപ്രകാരം ചെയ്തതെന്ന് അബൂബക്കർ ഹാജി വ്യക്തമാക്കി. ബാബു M പാലശ്ശേരി MLA, മുസ്ലിം ലീഗ് നേതാവ് EP ഖമറുദ്ദീൻ, കോൺഗ്രസ് നേതാവും കുന്നംകുളം നഗരസഭാ കൌൺസിലറുമായ KV ഗീവർ, MA ഖമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. CV മുഹമ്മദ് കുട്ടി, C പ്രദീപ്, ഐറിസ് എന്നിവർ സമൂഹ വിവാഹ ചടങ്ങിന് നേതൃത്വം നൽകി. ഒറ്റപ്പാലം വടക്കാഞ്ചേരി ചരലിൽ പിടികിൽ ഉമ്മർ ഹാജിയുടെ മകൾ സൂനീറയാണ് അനീസിന്റെ വധു. അബൂബക്കർ ഹാജിയുടെ മൂത്ത മകൻ ഐറീസിന്റെ വിവാഹത്തിനും ഇത്തരത്തിൽ 10 നിർധന യുവതികൾക്ക് 10 പവൻ വീതം നൽകിയിരുന്നു. തപാൽ യൂണിയനുകളുടെ സംയുക്ത ഡിവിഷണൽ സമ്മേളനം തൃശൂരിൽ നടന്നു. CITU സംസ്ഥാന സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. P3 ഡിവിഷണൽ പ്രസിഡന്റ് CJ പോൾ അധ്യക്ഷത വഹിച്ചു. സർക്കിൾ പ്രസിഡന്റ് P ശിവദാസൻ, സെക്രട്ടറി MS ബാബു, PS ബാബുരാജൻ എന്നിവർ സംസാരിച്ചു. അമല ആശുപത്രിയിൽ നേത്രശേഖരത്തിനുള്ള സാറ്റലൈറ്റ് കളക്ഷൻ സെന്റർ ആരംഭിച്ചു. അങ്കമാലി ഐ ബാങ്ക് അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് സെന്റർ ആരംഭിച്ചിരിക്കുന്നത്. അമല ആശുപത്രി ഡയറക്ടർ ഫാദർ വാൾട്ടർ തലപ്പള്ളി, ജോയിന്റ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കുരിശ്ശേരി, പ്രിൻസിപ്പൽ ഡോക്ടർ MR ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘം BMS ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് V രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PV സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. TC സേതുമാധവൻ, സേതു തിരുവെങ്കിടം, MC കൃഷ്ണൻ, ഹരിനാരായണൻ, ജയൻ കോലാരി, KC ബാബു, C കണ്ണൻ, PK അറുമുഖൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ഹൈക്കോടതിയുടെ രൂക്ഷ പരാമർശമുണ്ടായിട്ടും രാജിവെക്കാതെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അധികാരത്തിൽ കടിച്ചു തൂങ്ങുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. UPA അധികാരത്തിലെത്തുമെന്ന ആന്റണിയുടെ പ്രസ്താവന മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണെന്നും പിണറായി. ഉമ്മൻചാണ്ടിയെപ്പോലെ കോടതിയുടെ വിമർശനം ഇത്രയേറെ കേൾക്കേണ്ടി വന്നിട്ടുള്ള മറ്റൊരു മന്ത്രിയും ഉണ്ടായിരിക്കില്ലെന്ന് JSS സംസ്ഥാന ജനറൽ സെക്രട്ടറി KR ഗൗരിയമ്മ. കോടതിയുടെ മോശമായ പരാമർശമുണ്ടായിട്ടും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി തുടരുന്നത് മാന്യതയല്ലെന്നും ഗൗരിയമ്മ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിൽ തിങ്കളാഴ്ച രേവതി വിളക്ക്. ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് നിരവധി ഭക്തസംഘങ്ങൾ ക്ഷേത്ര നഗരിയിലെത്തി. ഭരണി ആഘോഷത്തിനായി പോലീസിന് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ. പടിയൂർ എടത്തിരിഞ്ഞിയിൽ മാവേലി സ്റ്റോറിൽ നിന്ന് കടത്തുകയായിരുന്ന സാധനങ്ങൾ നാട്ടുകാർ പിടികൂടി. മാവേലി സ്റ്റോർ മാനേജരെ കാട്ടൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകൾ. നമസ്കാരം. തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇമാനുവൽ സിൽക്സ് തൃശൂർ, രഹ്ന ഹോംസ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, മോൾ ഓഫ് ജോയ് ഏപ്രിൽ 5 മുതൽ തൃശൂരിൽ. കല്യാൺ സിൽക്സ്, ഭീമ, ജോസ്കോ ജുവലേഴ്സ്,